അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കോവക്ക തോരനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലൊരു ചെറിയൊരു കോവക്ക വള്ളി ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് കോവക്ക എടുക്കുന്നത്. അധികം കായ്കളായി വരുന്നേ ഉള്ളൂ, എന്നാലും ഒരു 10-15 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഒരു 3 പേർക്കുള്ള ഉച്ചഭക്ഷണത്തിനുള്ളത് ഇതുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ റൗണ്ടിലാണ് കട്ട് ചെയ്യുന്നത്. ചിലരൊക്കെ നീളത്തിലും കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ റൗണ്ടാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഒരു സോസ് പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അത് ചൂടായതിനു ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു ചെറിയൊരു സവാള അരിഞ്ഞതാണിത്. അപ്പോൾ അത് സവാള അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഈ സവാള ഒന്ന് ഇതിലൊന്ന് വാട്ടിയെടുക്കാം. അതുപോലെ ഒരു പച്ചമുളക് കീറിയതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി വാടി വന്നതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് അരിഞ്ഞു വെച്ചിട്ടുള്ള കോവക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാളയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയുള്ളി യൂസ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് വേവിച്ചെടുക്കാൻ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം. ഈ ആവിയിൽ കടന്ന് തന്നെ അത് വെന്തോളും. സിമ്മിലാണ് ഫ്ലെയിം ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കോവക്ക ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ചിരവിയ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ആഡ് ചെയ്യുന്നത് കോവക്ക ഏകദേശം വെന്ത് വന്നതിന് ശേഷമാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോവക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്